ഇനി മണവാട്ടി പെണ്ണിന് മഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ട്ടോ. ലൈബ വെഡിങ് സെന്റർ, വെഡിങ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2025-26 പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ ബ്ലോക്ക് ഹാളിൽ വെച്ച് നടന്നു. വികസന സെമിനാർ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരുടെയും അല്ലാത്തവരുടെയും വ്യവസായികളുടെയും എല്ലാവരും ഒരേ സ്ഥലത്തിൽ നമ്മളൊക്കെ എപ്പോഴും കാണുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് തുടങ്ങാൻ പാടുന്ന ഡയാലിസിസ്. ഈ ഭരണസമിതി നിലവിൽ വരുന്ന സമയത്ത് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി MP 50 ലക്ഷം രൂപ ഇതിലേക്ക് വകയിരുത്തിയിട്ടാണ് നമ്മൾ ഈ താലൂക്ക് ഹോസ്പിറ്റൽ ഡയാലിസിസ് ആരംഭിക്കുന്നത്. അത് ആരംഭിച്ചത് നമുക്ക് എല്ലാവർക്കും അന്നൊക്കെ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ താലൂക്ക് ഹോസ്പിറ്റൽ ഡയാലിസിസ് തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി MP ഈ ഡയാലിസിസ് സെന്ററിന് 50 ലക്ഷം രൂപ അനുവദിക്കുമ്പോൾ തീർത്തും അന്നത്തെ സമയത്ത് ഡയാലിസിസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CSL പോലെയുള്ള ഷാപ്പൂർ സെന്ററുകൾ പോലെയുള്ള ജില്ലാ ആശുപത്രികളിൽ ഇതിനൊക്കെ നമ്മൾ ഒരുപാട് സൗജന്യ ഡയാലിസിസ് സെന്ററുകൾ നമ്മൾ നോക്കണം. പക്ഷേ ഡയാലിസിസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി കടമ്പകൾ അതിന് പൂർത്തീകരിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ഗവൺമെന്റ് പ്രകാരമുള്ള പൊല്യൂഷൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ഈ ഭരണസമിതി സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് MLA ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ട് തന്നെയാണ് അഭിമാനത്തിൽ നിന്ന് പറയാൻ സാധിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട MP നൽകിയ 50 ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മളതിൻ്റെ സജ്ജീകരണങ്ങൾ, ഇതിൻ്റെ മെഷീൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആരംഭിച്ചു. എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ പദ്ധതിയിൽ ഏകദേശം 60 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തി 2024-25 വർഷങ്ങളിൽ 60 ലക്ഷം രൂപ വകയിരുത്തി അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പ്രിയപ്പെട്ട ശിവേട്ടകൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്കറിയാം. അതിനൊരു വാർഡ് ക്രമീകരിക്കേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രസവാർഡിലായിരുന്നു ഈ ഡയാലിസിസ് സെന്റർ നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത്. വൈസ് പ്രസിഡന്റ് ജെസ്സി ET അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TC റമീഷ, മഞ്ജുഷ, VM സീന, K രാമൻകുട്ടി, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജിത നന്നാട്ടുപുറത്ത്, T സുലൈഖ, V ശിവശങ്കരൻ, മെമ്പർമാരായ KC കുഞ്ഞിമുഹമ്മദ്, NA മുബാറക്, അഡ്വക്കേറ്റ് T രവീന്ദ്രൻ, C ശോഭന, രഞ്ജിമ, ഷമീന കാഞ്ഞിരാല, KK സാജിദ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി YP മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ സജു ഗോപിനാഥ് നന്ദിയും പറഞ്ഞു.